ഒരു കാലത്ത് ഏഷ്യാനെറ്റിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഒരു പരിപാടിയായിരുന്നു നമ്മുടെ കോമഡി സ്റ്റാർസ് എന്ന് പറയുന്നത്. അത് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന ഷോ ഇപ്പൊ ഏഷ്യാനെറ്റിൽ ഇല്ല. അതിനെ പറ്റി നമ്മൾ ഇന്നൊരു ടോപ്പിക്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആർട്ടിസ്റ്റിനെ സിനിമയിലോട്ട് കൊണ്ടുവന്ന ഒരു ഷോയാണ്. അതുപോലെ തന്നെ പല ആൾക്കാരും ഈ മിമിക്രി കാണിച്ച് നടന്ന സ്റ്റേജ് ഷോയ്ക്ക് നടന്ന ഒരുപാട് പേർക്ക് ജീവിതം കൊടുത്തൊരു ഷോയാണ് ഓടൊപ്പം കോമഡി സ്റ്റാർസ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് ഈ ഒരു പെട്ടെന്ന് കൊണ്ടൊന്നും സ്റ്റോപ്പ് ആയെന്നല്ല, ഈ ഒരു കാലഘട്ടത്തിൽ അത് സ്റ്റോപ്പ് ആയത്. ഒരുപക്ഷെ എല്ലാം തുടങ്ങിയത് അവിടെ കോമഡി നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യമേ ഒരു കോമഡി സ്റ്റാർസ് ആണ്. കാരണം അത് പണ്ടേ ഉള്ള ഒരു സംഭവം. അത് നല്ല ക്വാളിറ്റി കൗണ്ടേഴ്സ് ആണ്. കാരണം നമ്മൾ ചിരിച്ചിരിച്ച് ഊപ്പാൽ വരുന്ന, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. പണ്ടെന്തോ ഇവിടെ വീട്ടില് എന്റെ പപ്പ എന്തോ വഴക്ക് പറഞ്ഞപ്പോ ആകെ വിഷമിച്ച് കരഞ്ഞെന്തോ ഇരിക്കുകയാണ്. അപ്പോഴും ഈ വിഷമിച്ചിരുന്നാൽ പോലും നമുക്ക് ഈ ഷോയിൽ 1-2 കൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഒറ്റയടിക്ക് നമ്മളെ മൈൻഡ് മൊത്തത്തിൽ മാറും. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് അത് നമ്മളെ ജഗദീഷിന്റെ ആ ഒരു സ്വാഗ് വന്നിട്ട് ഒരു പാട്ടും പാടി എന്ന് തുടങ്ങും. ചിലത് ട്രോളാവും. ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് ചില സ്കിറ്റുകൾ, പ്രത്യേകിച്ച് ആദ്യ കാലത്തെ സ്കിറ്റുകളൊക്കെ ഇപ്പം കണ്ടാലും നമ്മൾ ചിരിച്ചു പോകും. സമാന രീതിയിലാണ് ചില പാട്ടിൽ റീൽസിലായിട്ട് വരുമോ. എന്തായാലും അതൊരു ഭയങ്കര വലിയ ഷോ ആണ്. ഇപ്പം പിന്നെ നിർത്തിപ്പോ. അത് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് ഈ ഒരു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് മെയിനുള്ള കാര്യം. കാരണം എന്ന് വെച്ചാല് അവര് ഇപ്പം നമ്മൾ ഏർലി 2K ആ ഒരു ഷോ തുടങ്ങിയത്. ആ ഒരു രീതി തന്നെ അവർ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നോക്കിയില്ല. അതാണ് ബാക്കിയുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് മടുപ്പിച്ചത്. അതേസമയം ബാക്കിയുള്ള TV ഷോസ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലോട് പിടിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ, അവതാരകരെയൊക്കെ കൊണ്ടുവന്നതിന് ശേഷമാണ് അവർക്ക് ഒന്ന് റേറ്റിംഗ് കൂടിയത്. എനിക്ക് ഇപ്പൊ കാർത്തിക് സൂര്യ മഴവില്ലിൽ പെർഫോം ചെയ്യുന്നു. ഒരുപക്ഷെ ഫസ്റ്റ് കാർത്തിക് സൂര്യ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നത് കോമഡി സ്റ്റാർസിലാണ്. അന്ന് മറ്റേ നമ്മുടെ പ്രേം കാർത്തിക് സൂര്യ ആയിരുന്നു. ആ ഒരു വ്ളോഗർ കാർത്തിക് സൂര്യ പാട്ടും പാടി ചിലത് ഈ കാണുന്ന നമുക്ക് ക്രിഞ്ചടിക്കുക എന്ന് പറഞ്ഞാല് അവന് എങ്ങനെ പറ്റുന്നു നമ്മൾ ചിന്തിച്ചു. അല്ല, ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം കാർത്തിക് സൂര്യ ആയിരുന്നു ആദ്യം കാർത്തിക് സൂര്യ പ്ലാൻ ചെയ്തത് ഷർട്ട് ഇടാതെ അവിടെ കിടന്ന് ഓടുന്നു എന്നൊക്കെയാണ്. അപ്പൊ എന്തായാലും അതിന്റെ ഒരു ഗസ്റ്റ് ഉണ്ടല്ലോ, ഈ ഗസ്റ്റ് അല്ല എന്താ പറയുക, ജഡ്ജസ്. അതിൽ ഒരു ജഡ്ജാണെങ്കിൽ ഈ ഇടയ്ക്ക് എന്തോ ഒരു പോഡ്കാസ്റ്റിൽ എന്തോ പറഞ്ഞായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് ഈ കാർത്തിക് സൂര്യ വന്നപ്പം അവിടെ ഇരുന്ന ഒരു ജഡ്ജ് പറഞ്ഞായിരുന്നു ഈ പയ്യനില് ഒരു ആങ്കർ ആവാനുള്ള കഴിവുണ്ടെന്ന് അന്നേ അവര് ഡിറ്റക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ നെക്സ്റ്റ് ജനറേഷനെ എങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് ഇതുപോലെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കേ പറ്റുള്ളൂ. അതിന്റെ ചർച്ചകൾ അന്ന് അവിടെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ കാർത്തിക് സൂര്യ കോമഡി സ്റ്റാർസിൽ. പക്ഷെ അത് ആ ഓപ്പർച്യൂണിറ്റി തൂക്കിയത് മഴവില്ലായിരുന്നു. സക്സസ് ആണ്, വൺ സക്സസ് ആയി. ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ചർച്ച നടന്നു എന്നാണ് ആ ഒരു ജഡ്ജ് പറഞ്ഞത്. പക്ഷെ പിന്നെ അത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈവൻ ഇപ്പോഴും നമ്മുടെ കാരണം മറ്റേ ഒരു ചിരി ബമ്പ ചിരിയിൽ നമ്മുടെ എന്താ മെയിൻ ഫിഗേഴ്സിൽ ഒരാളെ ഈ മഞ്ജു ചേച്ചി ഒന്ന്, മറ്റേ അതിപ്പോ കാർത്തിക് സൂര്യ അത് മെയിൻ 3 or 4 പില്ലേഴ്സിലെ ആളുണ്ട് ഇപ്പൊ. അങ്ങനത്തെ ഒരു എന്താ പറയുക, നെക്സ്റ്റ് ജനറേഷനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആങ്കർ എന്നുള്ളത് ഇതിപ്പോ കാർത്തിക് സൂര്യ ആയി. അതിന്റെ ഒരു അവസരം കോമഡി സ്റ്റാർസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. അതാണ് ഇപ്പോഴും ഈ ഒരു രീതിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. ഈ കാക്കകൾ മരിക്കുന്നത് ആരും അറിയില്ലെന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വയസ്സാവുമ്പോ കാക്കകൾ ബാക്കിലോട്ട് പോയി അവിടെ നിന്ന് മരിക്കുന്നു. അതേപോലെ സിറ്റുവേഷൻ ആണ് ഈ കോമഡി സ്റ്റാർസും പറഞ്ഞത്. കാരണം കോമഡി സ്റ്റാർസ് നിർത്തിയെന്ന് നമുക്ക് ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ആ ഒരു കോമഡി സ്റ്റാർസ് എന്ന റിയാലിറ്റി ഷോ അവിടെ സ്റ്റോപ്പ് ആവുന്നു. എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ റീബാക്ക് ചെയ്ത് കൊണ്ടുവന്നാൽ ഒരു പക്ഷെ ക്ലിക്ക് ആവും. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പൊ സിനിമ കാണുന്ന നോബി ആയിരുന്നാലും ഒരുപാട് പേര് ആ ഒരു കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കൂടെ വന്നു. അപ്പൊ അവർക്ക് ഇത്ര ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത ഈ ഒരു ഷോ പെട്ടെന്ന് നിർത്തലാക്കുക എന്ന് പറയുന്നത് ആരും അറിയണില്ല. അവരൊരു ഒഫീഷ്യൽ ആയിട്ടൊന്നും പറയുന്നില്ല, ഒന്നുമില്ല. അങ്ങനെയാണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ ഇത്തരത്തിലുള്ള. അത് ക്വാളിറ്റി ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ റിയാലിറ്റി ഷോസ് പെട്ടെന്ന് കൊണ്ട് ഡൗൺ ആവണ ഇതാണ്. നമ്മുടെ ആ ഒരു കാലത്തിനൊത്ത് അല്ലെങ്കിൽ നാടോടുമ്പോൾ നടുവേ ഓടണം എന്നൊരു കോൺസെപ്റ്റ് അവർ ഫോളോ ചെയ്യുന്നില്ല എന്നാണ് മെയിൻ ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സ്കിറ്റുകളൊക്കെ നമുക്ക് അത്ര ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റൂല. എല്ലാ ഡബിൾ മീനിങ്ങും ചില ഇപ്പം കാണുന്ന ചിലവരൊക്കെ കൊള്ളാൻ, ചിലത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. നമുക്ക് ചിരി വരാൻ പ്രത്യേകിച്ച് അതിലൊന്നും ഇല്ല. ചുമ്മാ പിന്നെ ബസ്സൊക്കെ ഞെക്കിയൊക്കെ എന്നൊരു ഇതിലാണ് സ്കീം പോകുന്നത്. അതൊക്കെയാണ് കാര്യങ്ങൾ. എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാം. അടുത്ത വീഡിയോ